പുതിയ കാലഘട്ടത്തിൽ അത് മാത്രം പോരാ, അതോടൊപ്പം മോറൽ ലെസൺസും പഠിക്കണം, മോറൽ ടീച്ചിങ് കൂടി വേണം. തെരുവുകളിൽ, ബസ് സ്റ്റാൻഡിൽ, റോഡുകളിൽ സംഘടന നടത്തുന്ന കാഴ്ചയാണ്. എന്തിനായി കുട്ടികൾ പോരടിക്കുന്നത്? കാലഘട്ടത്തിലെ വിദ്യാലയങ്ങളിൽ കാണുന്ന അനഭിലഷണീയമായിട്ടുള്ള ഈ പ്രവണതകൾ നാം ഇല്ലാതാക്കേണ്ടിയിരിക്കും. റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാഹസങ്ങളാണ് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെന്നുള്ള പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് വിദ്യാലയങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ പറയാറുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്കൂള് വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കി കണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഗേറ്റിൽ വെച്ച് നമ്മുടെ SPC കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് NCC കുട്ടികൾ, അത് കഴിഞ്ഞ് JRC കുട്ടികൾ, ജൂനിയർ റെഡ് ക്രോസ്, അങ്ങനെ ഈ പറയുന്ന എല്ലാ സന്നദ്ധ സേനാംഗങ്ങളുടെയും ബാച്ച് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നതിൽ ഏറെ സന്തോഷം. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ആർജിച്ചിരിക്കേണ്ട പലവിധങ്ങളായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അത് ലഭിക്കുന്നതിന് ഈ രീതിയിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഈ സ്ക്വാഡുകളിൽ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം ആർജിക്കുന്ന കുറേയധികം ഗുണങ്ങളുണ്ട്. അച്ചടക്കം, സഹായത മനോഭാവം, മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള മനോനില, അതോടൊപ്പം കൂട്ടുകാരോട് കാണിക്കാനുള്ള സമഭാവന എന്നിങ്ങനെയുള്ള ഒട്ടനവധി മൂല്യങ്ങൾ നാം ജീവിതത്തിൽ പഠിക്കുന്നു. ഇത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് മാത്രമല്ല, പൊതുവിൽ മറ്റെല്ലാ വിദ്യാർത്ഥിനികൾക്കും സ്കൂളിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ലഭിക്കേണ്ടത് ഈ രീതിയിലുള്ള മൂല്യങ്ങളും കൂടിയാണ്. സാധാരണഗതിയിൽ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ, മികച്ച വിദ്യാലയത്തിൽ പഠിച്ച് പാസ് ഔട്ടായി വരുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി ഒക്കെ കഴിയുമ്പോൾ ഡോക്ടർ, എൻജിനീയർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഭദ്രമാക്കുന്ന ഒരു തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിന്താഗതിയാണ് സാധാരണ രക്ഷിതാക്കൾ വെച്ച് പുലർത്താറുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് മികച്ച വിദ്യാലയത്തിൽ അവർ ചേർക്കുന്നത്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവലമായ മത്സര പരീക്ഷകളിലൂടെ തൻ്റെ കൂട്ടുകാരനെ ഏത് രീതിയിലും തറപറ്റിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മത്സര ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന, കുട്ടികളിലുണ്ടാകുന്ന പലതരത്തിലുള്ള ദുഷ്പ്രവണതകൾ അതൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുതിയ പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പരീക്ഷാ സമ്പ്രദായമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ അഭിരുചിക്കിണങ്ങിയ തൊഴിൽ പരിസരം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ അവരെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. നമുക്കറിയാം, നല്ല ഒരു ഡോക്ടറാവുക അല്ലെങ്കിൽ നല്ലൊരു എൻജിനീയർ ആവുക എന്നതിലുപരി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നാം നേടേണ്ടത് നല്ല ഒരു മനുഷ്യനാകുന്നതിനുള്ള പഠനമാണ് നടത്തേണ്ടത്. ഈ രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നത് ഹയർ സെക്കൻഡറി കുട്ടികൾ തെരുവുകളിൽ, ബസ് സ്റ്റാൻഡിൽ, റോഡുകളിൽ സംഘടന നടത്തുന്ന കാഴ്ചയാണ്, വാർത്തകളാണ് കേൾക്കുന്നത്. എന്തിനായി കുട്ടികൾ പോരടിക്കുന്നത്? ഏറ്റവും സമാധാനത്തോടെ വന്നിട്ട്, സന്തോഷത്തോടെ വന്നിട്ട് തൻ്റെ കൂട്ടുകാരോട്, ജൂനിയർ ആയാലും സീനിയർ ആയാലും, അവരോട് ഏറ്റവും സൗഹൃദത്തോടെ പെരുമാറിയിട്ട്
സീനിയർ കുട്ടികളാണെങ്കിൽ ജൂനിയർ കുട്ടികൾക്ക് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇവർ പരിചയിച്ചിട്ടുള്ള പഠനേതര പ്രവർത്തനങ്ങളിൽ അവരാർജിച്ചിട്ടുള്ള അനുഭവങ്ങൾ പകർന്നു കൊടുക്കേണ്ട കുട്ടികളാണ്. അവരങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിലെ വിദ്യാലയങ്ങളിൽ കാണുന്ന അനഭിലഷണീയമായിട്ടുള്ള ഈ പ്രവണതകൾ നാം ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഇതിനൊട്ടനവധി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോഷ്യൽ മീഡിയയുടെ, സാമൂഹിക മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളിൽ സ്വഭാവ വൈകല്യം ഉണ്ടാക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മുടെ കുട്ടിക്ക് സ്നേഹം കൊണ്ടോ വാത്സല്യം കൊണ്ടോ നാം വാങ്ങിച്ചു കൊടുക്കുന്ന ഗാഡ്ജറ്റ് അത് ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത രക്ഷിതാക്കൾ കാണിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സാമൂഹിക മാധ്യമങ്ങൾ അതിൻ്റെ വിപണി തുറന്നു വെച്ചിട്ടാണുള്ളത്. നമ്മുടെ ഇളം മനസ്സുകളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി പല മേഖലകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംവിധാനം ഒരുങ്ങുന്നുണ്ട്. പക്ഷേ അതല്ല, ഇത്തരം പുതിയ ആധുനിക സാങ്കേതിക വിദ്യ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിന് നാം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മാധ്യമമാണ് സാമൂഹിക മാധ്യമം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് അല്ലെങ്കിൽ നന്മകൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഗുണപ്രദമായിരിക്കും. എന്നാൽ അതിനല്ല ഉപയോഗിക്കുന്നത്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാഹസങ്ങളാണ് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിൽ വിദ്യാലയത്തിൽ നാം ആർജിക്കേണ്ടതായിട്ടുള്ള, സാധാരണഗതിയിൽ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നാം നേടുന്നത്. പുതിയ കാലഘട്ടത്തിൽ അത് മാത്രം പോരാ, അതോടൊപ്പം മോറൽ ലെസൺസും പഠിക്കണം, മോറൽ ടീച്ചിങ് കൂടി വേണം. ധാർമ്മിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, മനുഷ്യത്വം അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈയിടെ നമ്മൾ കണ്ടത്, ഒരു ഹോസ്റ്റലിൽ വെച്ചിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ, സീനിയറായിട്ടുള്ള കുട്ടികൾ ജൂനിയറായിട്ടുള്ള കുട്ടികളോട് കാണിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. നാം എല്ലാം ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ്? നല്ല കാര്യങ്ങൾ പഠിക്കാൻ, നല്ല പാഠങ്ങൾ പഠിക്കാൻ. അപ്പോൾ അതല്ല സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊരു തിരിച്ചറിവ് ഉണ്ടാകണം. രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട ഒരു കാലഘട്ടമാണ്. ഞാനെല്ലാം ഈ കുറ്റം അല്ലെങ്കിൽ നെഗറ്റീവ് വശങ്ങൾ മാത്രമല്ല പറയുക, മറിച്ച് നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അല്പം സ്വഭാവ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള വൈകല്യങ്ങൾ കാണിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിലും വിദ്യാലയത്തിലെ മറ്റു കുട്ടികൾ, മികച്ചവരായിട്ടുള്ള കുട്ടികൾ, പ്രതിഭകൾ ധാരാളം നമ്മുടെ സ്ഥാപനത്തിലുണ്ടാകും. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് കഴിയണം. അധ്യാപകരായാലും നല്ല വാത്സല്യത്തോടും ലാളനയോടും അല്ലെങ്കിൽ കരുതലോടും കൂടിയിട്ട് അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ സ്ഥാപനങ്ങളിൽ നിന്നും നല്ല ഒട്ടനവധി പ്രതിഭകൾ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുതിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് അവരുടെ പാഠ്യപ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നതിന് അവനെ പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലുള്ളത്. അധ്യാപകരെല്ലാം വളരെയധികം റിസോഴ്സ്ഫുള്ളായിട്ടാണ് ഈ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ അവർ നേരിടേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ പെരുമാറ്റം ഈയിടെ കണ്ട മാധ്യമങ്ങൾ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. കാര്യം എന്താ? ആ പയ്യൻ്റെ മൊബൈലെടുത്ത് പിടിച്ചു വെച്ചതാണ്. ഈ മൊബൈൽ ഒരു വല്ലാത്ത സാധനമാണ്. കുട്ടികളെ ഏത് രീതിയിലാണ് ഈ ചെറിയ ചതുര കഷ്ണം മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, നാം ഈ സമൂഹത്തിന് ചെയ്യുന്ന സംഭാവനകൾ, ഈ കുരുന്നുകളെ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നല്ല നന്മകൾ പറഞ്ഞു കൊടുത്തിട്ട്, മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുത്തിട്ട് അവരെ വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ പോയിരിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നും വളരെ നല്ല രീതിയിൽ പഠിക്കണമെന്നോ, അല്ലെങ്കിൽ പഠിക്കണമെന്നോ പറയും, പക്ഷേ അതിന് വല്ലാതെ അങ്ങോട്ട് ത്രസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ശ്രമം നടത്തണമെന്നോ അധ്വാനിക്കണമെന്നോ പറയാറില്ല. ഇപ്പം ഞാൻ പറയുന്നത്, അത് മിക്കവാറും എല്ലാവരും പറയുന്നതാണ്, മാനുഷിക മൂല്യങ്ങൾക്ക് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. പുതിയ സമൂഹം അങ്ങനെയാണ്. അത് നമുക്ക് ചുറ്റുപാടും നിന്നും ലഭിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പം തീർച്ചയായും കുട്ടികളെ, രക്ഷിതാക്കളെ, നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.